ഹൃദയത്തിൻ്റെ രക്തധമനികൾ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്കൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഈ ബ്ലോക്ക് കണ്ടെത്താനായിട്ട് നമ്മളെല്ലാവരിലും ചെയ്യുന്ന ടെസ്റ്റാണ് ആൻജിയോഗ്രാം പറയുന്ന ടെസ്റ്റ്. അപ്പോൾ പലരും ആൻജിയോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആൻജിയോഗ്രാമിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ കയ്യിലോ കാലിലോ ഈ രക്തധമനി വഴി ഇങ്ങനെ ചെറിയൊരു കത്തീറ്റർ, ഇതാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ. ഈ കത്തീറ്റർ നമ്മൾ കയ്യിലോ കാലിലോ ഒരു ഞരമ്പ് വഴി ഹാർട്ടിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ഈ കത്തീറ്റർ ഹാർട്ടിനകത്ത് എത്തിയിട്ട് ഹാർട്ടിൻ്റെ രക്തധമനികളിൽ ഈ കത്തീറ്റർ വഴി നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞൊരു മരുന്ന്, ഈ ഒരു ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡൈ എക്സ്റേ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് എക്സ്റേ എടുക്കുമ്പോൾ ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സാധാരണ ആൻജിയോഗ്രാമിൽ കാണാൻ പറ്റും. അപ്പോൾ നോർമൽ ഒരാൾക്ക്, ഇതിപ്പോൾ ഒരാളുടെ ആൻജിയോഗ്രാമാണ്. അപ്പോൾ ഈ ആൻജിയോഗ്രാമിൽ ഈ കോൺട്രാസ്റ്റ് രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊഴുപ്പുണ്ടോ, ഉള്ളിൽ എന്തെങ്കിലും അസുഖമുണ്ടോ, അതൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് രക്തക്കുഴൽ ഒരേ രീതിയിൽ സ്മൂത്തായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ അസുഖമായിട്ടൊന്നുമില്ല, കൊഴുപ്പൊന്നുമില്ല. അതിന് പകരം ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഭാഗം കുറച്ച് ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. ഇത് സംഭവിക്കുന്നത് ഈ രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞിട്ട് ഈ കൊഴുപ്പ് രക്തോട്ടത്തിന് വരുന്നത് കുറയ്ക്കുകയും ഈ കൊഴുപ്പ് പിന്നെ പൊട്ടിയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുകയാണ് സംഭവിക്കാറുള്ളത്. അപ്പം ഈ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം അടിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ ആൻജിയോഗ്രാം എന്നുള്ള ടെസ്റ്റ് ചെയ്യാറുള്ളത്. Stay healthy. Follow for more.